ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇൻവെൻട്രി കൺട്രോൾ. നമ്മൾ ഓൾറെഡി എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, എന്താണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്നുള്ളത് കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഇൻവെൻറ്ററി കൺട്രോൾ. അതിൽ നമുക്ക് ആദ്യം കൺസെപ്റ്റ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ എന്താണെന്ന് നോക്കാം. The term inventory control is used to cover functions which are quite different and are related to one another only in that they both require the maintenance of adequate records of inventory as well as receipt and issue corresponding to these two functions. It is interpreted as accounting control and operating control. Accounting control of inventories is concerned with the proper recording of the receipt and consumption of the material as well as the flow of goods through the plant into finished stock and eventually to customers. It is also concerned with the safeguarding of the undertaking's property in the form of raw material, work in progress and semi-finished products. Operating control of inventories is concerned with maintaining inventories with the optimum level, keeping in view the operational requirement and financial resources of the enterprise. അപ്പം ഇൻവെൻട്രി കൺട്രോൾ എന്ന് വെച്ചാൽ രണ്ട് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ നമ്മൾ പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നതിനാണ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയാം. ആ രണ്ട് ഫങ്ഷൻസാണ് അക്കൗണ്ടിങ് കൺട്രോളും രണ്ടാമത്തത് ഓപ്പറേറ്റിംഗ് കൺട്രോൾ. അക്കൗണ്ടിങ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുക, അത് പ്രൊഡക്ഷൻ പ്രോസസ്സ് കൺസ്യൂം ചെയ്യുക, അത് നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സിന് വിൽക്കുക, ഇതിനൊക്കെ പ്രോപ്പറായിട്ട് ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നതിനാണ് അക്കൗണ്ടിങ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻട്രി നമ്മുടെ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് എത്ര ഇൻവെൻട്രി ആണോ ആവശ്യം അതും നോക്കാം, നമുക്ക് എത്രത്തോളം ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി ഉണ്ട് നോക്കാം. ഈ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറയാം. നമ്മളെ ഫിനാൻഷ്യൽ റിസോഴ്സസ് അനുസരിച്ചും ആയിരിക്കണം, നമുക്ക് ആവശ്യമുള്ളത്ര സാധനവും ആയിരിക്കണം. അപ്പം അക്കൗണ്ടിങ് കൺട്രോളും ഓപ്പറേറ്റിംഗ് കൺട്രോളും ഉണ്ടാവുന്ന സമയത്താണ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ നോക്കാം. The aim of holding inventories is to allow the firm to separate the process of purchasing, manufacturing and marketing of its primary products. Inventories are a component of the firm's working capital and as such represent a current account. Inventories are also viewed as a source of near all cash. The purpose is to achieve efficiencies in areas where costs are involved. The scientific inventory control result in the reduction of stock on the one hand and substantial decline in critical shortages on the other hand. അപ്പം ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഇൻവെൻട്രീനെ കൺട്രോൾ ചെയ്യുകയാണ്. റോ മെറ്റീരിയലിനും വർക്ക് ഇൻ പ്രോഗ്രസ്സിനെയും ഫിനിഷ്ഡ് ഗുഡിനെയും കൺട്രോൾ ചെയ്യുക. അപ്പം പ്രോപ്പറായിട്ട് ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്നത് കാരണം ഇൻവെൻട്രി നമ്മുടെ കറണ്ട് അസറ്റാണ്, അതായത് നിയർ ടു ക്യാഷാണ്, നമുക്ക് പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റാണ് ഇൻവെൻട്രി. അതുകൊണ്ട് തന്നെ ഇൻവെൻട്രി കൺട്രോളിന് നമ്മുടെ ഓർഗനൈസേഷനിൽ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ സയൻറ്റിഫിക് ഇൻവെൻട്രി കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുക. പ്രോപ്പറായിട്ട് ഇൻവെൻട്രി കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് പർച്ചേസിങ്, മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോസസ്സിനെ കൃത്യമായിട്ട് റൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമുക്ക് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് പോയിൻ്റ് ആയിട്ട് നോക്കാം. In the following paragraph, we can specify the various importance that accrue from the holding inventory. ഒന്നാമത്തത് reducing risk of production shortages. Firms mostly manufacture goods with hundreds of components. The entire production operation can be halted if any of these are missing. To avoid the shortage of raw material, the firm can maintain larger inventories. നമ്മൾ ഒരൊറ്റ കമ്പോണൻ്റ് ഉപയോഗിച്ചിട്ടല്ല പ്രൊഡക്ഷൻ നടത്തുന്നത്. നമുക്ക് ഒരുപാട് ഇൻവെൻട്രി കമ്പോണൻസ് ഉണ്ടാവും. അതിൽ ഒരു കമ്പോണൻ്റ് മിസ്സായാൽ പോലും നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റില്ല.
അപ്പം ഇൻവെൻട്രി കൺട്രോൾ ഉള്ളൊരു ഫേമിൽ മാത്രമേ ഷോർട്ടേജ് ഇല്ലാതെ അവർക്ക് പ്രോപ്പറായിട്ട് എല്ലാ ഇൻവെൻട്രിയും മെയിൻറ്റെയിൻ ചെയ്യാനും അതുപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്താനും വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇൻവെൻട്രി കൺട്രോൾ ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് പ്രൊഡക്ഷൻ ഷോർട്ടേജ് എന്ന് പറയുന്ന റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തത് റെഡ്യൂസിങ് ഓർഡർ കോസ്റ്റ്. Where a firm places an order, it incurs certain expenses. Different forms have to be completed. Approvals have to be obtained. The goods that arrive must be accepted, inspected, and counted. These costs will vary with the number of orders placed. Smaller the inventory, lesser the capital needed to carry inventories. നമ്മൾ ഓരോ പ്രാവശ്യം ഇൻവെൻട്രി ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെർട്ടൈൻ കോസ്റ്റ് വരുന്നുണ്ട്. ഓർഡർ ചെയ്യാനുള്ള കോസ്റ്റ്, അതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ, പിന്നെ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്തിക്കാനുള്ളത്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്ന ഫേമിന് ഈ ഇടയ്ക്ക് ഓർഡർ ചെയ്യുന്ന ആ ഒരു സാധനം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ക്വാണ്ടിറ്റി വാങ്ങിക്കൊണ്ട് വെക്കുക. നമ്പർ ഓഫ് ഓർഡേഴ്സ് മിനിമൈസ് ചെയ്യാനും അതുവഴി ഓർഡർ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും സാധിക്കും ഇൻവെൻട്രി കൺട്രോൾ അഡോപ്റ്റ് ചെയ്യുന്ന ഫേമുകൾക്ക്. മൂന്നാമത്തത് മിനിമൈസ് ദ ബ്ലോക്കേജ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. The importance of inventory control is to minimize the blockage of financial resources. It reduces the unnecessary tying up of capital in excess inventory. It also improves the liquidity position of the firm. അപ്പം നമ്മൾ അനാവശ്യമായിട്ട് ഇൻവെൻട്രി വാങ്ങിക്കൊണ്ട് വെച്ചാൽ, അതായത് വില കുറഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് ഇൻവെൻട്രി വാങ്ങിക്കൊണ്ട് വെച്ച് അപ്പം എന്താ സംഭവിക്കുക, നമ്മളെ ഫിനാൻഷ്യൽ റിസോഴ്സസ്, നമ്മളെ മണി ക്യാഷ് അവിടെ ബ്ലോക്കായി കിടക്കും. നമുക്ക് ആ പണം വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഇൻവെൻട്രി കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത്ര ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങേണ്ട ആവശ്യമുള്ളൂ. അനാവശ്യമായിട്ട് നമ്മൾ ഓർഗനൈസേഷനിൽ ഇൻവെൻട്രി വാങ്ങിക്കൊണ്ട് വെച്ചാൽ നമ്മളെ ഫണ്ട് ബ്ലോക്കായിട്ട് കിടക്കും. അപ്പം നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് എത്രത്തോളം റിസോഴ്സസ് ആവശ്യമാണെന്ന് മനസ്സിലാക്കാനും അത് വാങ്ങിക്കൊണ്ട് വെക്കും അതുവഴി നമ്മൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് ബ്ലോക്കായി കിടക്കുന്ന അവസ്ഥ ഇല്ലാതാക്കാനും സാധിക്കുള്ളൂ. നാലാമത്തെ ഇമ്പോർട്ടൻസ് ആണ് അവോയ്ഡിങ് ലോസ്റ്റ് സെയിൽസ്. മോസ്റ്റ് ഫേംസ് which lose business without good on hand. Generally, a firm must be prepared to deliver goods on demand. By ensuring timely availability of adequate supply of goods, inventory control helps the firm as well as consumers. ഓർഗനൈസേഷനിൽ പ്രോപ്പറായിട്ട് ഫിനിഷ്ഡ് ഗുഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് കസ്റ്റമർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പം ഇൻവെൻറ്ററി കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ഓർഗനൈസേഷനിൽ സ്റ്റോക്ക് ചെയ്യാനും കസ്റ്റമർ ഡിമാൻഡിനെ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. അതാണ് നാലാമത്തെ പോയിൻ്റ്, അവോയ്ഡിങ് ലോസ്റ്റ് സെയിൽസ്. സെയിൽസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുന്നു. അഞ്ചാമത്തത് achieving efficient production scheduling. The manufacturing process can occur in sufficiently long production run and with pre-planned schedules to achieve efficiencies and economies. By maintaining reasonable level of inventory, production scheduling become easier for the management. അപ്പം ഇൻവെൻട്രി കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ എഫിഷ്യൻ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ എല്ലാ പ്രോസസ്സിനെയും നമുക്ക് പ്രീ പ്ലാൻ ചെയ്ത് സഫിഷ്യൻറ്റ് ഇൻവെൻട്രി ഉറപ്പ് വരുത്തിയിട്ട് റൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഇൻവെൻട്രി കൺട്രോൾ ഉണ്ടെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ് പോസിബിൾ ആണ്. ആറാമത്തെ പോയിൻ്റ്, ഗെയിനിങ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. While making bulk purchases, many suppliers will reduce the price of supplies and component supplies will reduce the price of supplies and component part. The large orders may allow the firm to achieve discounts on regular basis. These discounts in turn reduces the cost of goods and increases the profit. ഇൻവെൻട്രി കൺട്രോൾ യൂസ് ചെയ്യുന്നൊരു ഫേം ബൾക്കായിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. അതായത് വാങ്ങുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങും. അങ്ങനെ വാങ്ങുന്നത് കൊണ്ട് അവർക്ക് എന്ത് കിട്ടും, ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടും. അവർക്ക്
ഡിസ്കൗണ്ട് അലൗ ചെയ്യും സപ്ലയേഴ്സ്. അപ്പോൾ ഇൻവെൻട്രി കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്താനും നമ്മളെ ഡിസ്കൗണ്ടിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും വേണ്ടി സാധിക്കുള്ളൂ. അതുവഴി നമ്മൾ ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും പറ്റുള്ളൂ. ഏഴാമത്തെ പോയിന്റ്, ടേക്കിംഗ് ദ അഡ്വാൻറ്റേജ് ഓഫ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. When the prices of raw material are low, the firm makes purchases in economic lots and maintains continuity of operation. By reducing the cost of raw material and procuring high prices for its goods, the firm maximizes profit. This, with the help of inventory control, the firm takes advantages of price fluctuation. ഇൻവെൻട്രി കൺട്രോൾ ഉപയോഗിക്കുന്ന ഫേമിന് പ്രൈസ് ഫ്ലക്ച്വേഷൻസിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വില കുറയുന്ന സമയത്ത് ആവശ്യത്തിന് ഇൻവെൻട്രി വാങ്ങിക്കൊണ്ട് വെക്കാനും അതുവഴി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി എട്ടാമത്തെ പോയിൻ്റാണ് ടൈഡിങ് ഓവർ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ്. ഇൻവെൻട്രി കൺട്രോൾ ഓൾസോ ഹെൽപ്പ് ദ ഫേം ഇൻ ടൈഡിങ് ഓവർ ദ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ്. These are taken care of by keeping a safety stock by the firm. Safety stock refers inventories carried to protect against variation in sales rate, production rate, and procurement time. Inventory control aims at keeping the cost of maintaining safety stock minimum. നമുക്ക് ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ് മാറി മാറി വരും. ചില സമയത്ത് ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ കുറവായിരിക്കും, ചില സമയത്ത് കൂടുതലായിരിക്കും. ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പം ഇൻവെൻട്രി കൺട്രോൾ ഉപയോഗിക്കുന്ന ഫേം ആണെങ്കിൽ അവർക്ക് സേഫ്റ്റി സ്റ്റോക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റും. സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് മാറ്റി വെക്കുക. എങ്ങാനും ഒരു കണ്ടിൻജൻസി ഉണ്ടായാൽ അല്ലെങ്കിൽ എങ്ങാനും ഡിമാൻഡ് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഇൻവെൻട്രീൻ്റെ അടുത്ത് മാറ്റി വെക്കുന്നതിനാണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുക. അപ്പം ഒരു ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്ന ഫേമിന് എത്രത്തോളം സേഫ്റ്റി സ്റ്റോക്ക് എടുത്ത് വെക്കണം, എപ്പോഴാണ് ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവുക എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യാനും അതുവഴി പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട്. ഇനി ഒമ്പതാമത്തെ പോയിൻ്റാണ് ഡിസൈഡിങ് ടൈംലി റിപ്ലനിഷ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക്. ഇൻവെൻട്രി കൺട്രോൾ റിസൾട്ട് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് നെസസറി റെക്കോർഡ്സ് which can help in maintaining the stock within the desired limit. With the help of adequate records, the firm can protect itself against theft, wastage, and leakage of inventories. These records also help in deciding about timely replenishment of stock. എപ്പോഴാണ് സ്റ്റോക്ക് റിപ്ലനിഷ് ചെയ്യേണ്ടത്, അതായത് വീണ്ടും പർച്ചേസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇൻവെൻട്രി കൺട്രോൾ സാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെക്കോർഡുണ്ട്. അപ്പോൾ തീരാനായാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഓക്കെ ഫൈൻ, നമ്മൾ വാങ്ങിക്കൊണ്ട് വെച്ച ഇൻവെൻട്രി തീരാനായിട്ടുണ്ട്. അതുവഴി നമുക്ക് വേസ്റ്റേജും തഫ്റ്റും അല്ലെങ്കിൽ ലീക്കേജ്, ഒബ്സോളിസൻസ് അങ്ങനത്തെ എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പ്രോപ്പറായിട്ട് ഇൻവെൻട്രീനെ റിപ്ലനിഷ് ചെയ്യാനും സാധിക്കും. അപ്പം ഇത്രയാണ് നമ്മളെ ഇൻവെൻട്രി കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം മെത്തേഡ്സ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. ഇത്രയും ഗുണങ്ങളുള്ള ഇൻവെൻട്രി കൺട്രോൾ നമുക്ക് എങ്ങനെയാണ് സാധ്യമാവുന്നത് നോക്കാം. അതാണ് മെത്തേഡ്സ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി കൺട്രോൾ ഈസ് കൺസേൺഡ് വിത്ത് ദ പീരിയോഡിക് റിവ്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് to detect those not required for planned production or for other purposes not required, and whether obsolete material continue to occupy storage space until removed from stores. The inventory control methods give us a means for determining an optimal level of inventory as well as how much should be ordered and when. There are several methods suggested for inventory control. The following are the most important systems used for inventory control. അപ്പം ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത ഇൻവെൻട്രീസിനെ ഒഴിവാക്കാം. നമ്മൾ പ്ലാൻ ചെയ്ത പ്രൊഡക്ഷന് എത്ര ഇൻവെൻട്രി ആവശ്യമാണോ അത് മാത്രം നമ്മുടെ ഓർഗനൈസേഷനിൽ വെച്ചേക്കുക. അനാവശ്യമായിട്ട് പർച്ചേസ് ചെയ്യാതിരിക്കുക. അതുപോലെ ഒബ്സൊലേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഇൻവെൻട്രി നമ്മളെ
ഓർഗനൈസേഷൻ എന്ന ലെവലുണ്ടെങ്കിൽ അതെടുത്ത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻവെൻറ്ററി കൺട്രോളിൽ വരുന്നത്. അപ്പം ഇൻവെൻറ്ററി കൺട്രോൾ ചെയ്യുന്നത് കാരണം നമുക്ക് ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതിൽ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തേത് ABC സിസ്റ്റം. A firm using ABC system segregates its inventory into 3 groups A, B and C. The A item are those in which it has the largest rupee investment. This group consists of 20% of the firm's rupee investment. The B group consists of the items accounting for the next largest investment. That is, the B group consists of 30% of the items accounting for about 8% of the firm's rupee investment. The C group typically consists of large number of items accounting for small rupee investment. C group consists of approximately 50% of the rupee of inventory, but only about 2% of the firm's rupee investment. അപ്പം ABC സിസ്റ്റം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൽ ഇൻവെൻറ്ററി കൺട്രോളിന് നമ്മൾ ABC സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ABC സിസ്റ്റത്തിൽ നമ്മൾ ടോട്ടൽ ഇൻവെൻറ്ററിനെ 3ആയിട്ട് തിരിക്കും. A, B, C. A കാറ്റഗറിയിൽ നമ്മൾ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സാണ് ഉണ്ടാവുക. അതായത് ലാർജസ്റ്റ് റുപ്പി ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷനിൽ 20% ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറയുന്ന A കാറ്റഗറിയിലാണ് ഉണ്ടാവുക. രണ്ടാമത്തെ കാറ്റഗറി B. അതാണ് നെക്സ്റ്റ് ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ 8% റുപ്പി ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു കാറ്റഗറിയിലാണ് വരിക. പിന്നെ നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി സി എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് വിലയുള്ള സാധനങ്ങൾ ഉണ്ടാവുക. 2% റുപ്പി ഇൻവെസ്റ്റ്മെൻറ്റാണ് C കാറ്റഗറിയിൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ വിലയ്ക്കനുസരിച്ചിട്ട് ഇൻവെൻട്രീനെ ക്ലാസിഫൈ ചെയ്ത് മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതിനാണ് ABC സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ABC സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. Advantages: it helps in achieving the main objective of inventory control at minimum cost. ABC മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻവെൻറ്ററി കൺട്രോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സാധ്യമാണ്. രണ്ടാമത്തത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് എ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് ഇൻവെൻറ്ററി. ABC മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് ഇൻവെൻറ്ററി ആണ്. മൂന്നാമത്തത് ഇറ്റ് ഗിവ്സ് ക്ലോസർ കൺട്രോൾ ഓൺ കോസ്റ്റ്ലി ഐറ്റം. കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെത്തേഡാണ് ABC മെത്തേഡ്. അപ്പോൾ 3 അഡ്വാൻറ്റേജ് ആണുള്ളത്. ഒന്നാമത്തത് ചിലവ് കുറവാണ്, രണ്ടാമത്തത് സയൻറ്റിഫിക് മെത്തേഡാണ്, മൂന്നാമത്തത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻവെൻറ്ററിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. In the limitations of ABC system, the system analyzes the items according to their value, not according to their importance in the production process. ABC സിസ്റ്റത്തിൽ നമ്മൾ വിലയ്ക്കനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലാതെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് നോക്കിയിട്ടല്ല. ചിലപ്പം ഏറ്റവും വില കൂടിയ സാധനത്തിന് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ചെറിയ പ്രാധാന്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതില്ലെങ്കിൽ കൂടി നമുക്ക് ബിസിനസ്സും പ്രൊഡക്ഷനും റൺ ചെയ്യാൻ പറ്റുന്നുള്ള അവസ്ഥയായിരിക്കും. പക്ഷേങ്കിൽ ABC മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ വിലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ആദ്യത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തത് ദ അനാലിസിസ് ടു ബി എഫക്റ്റീവ് നീഡ് ടു ബി കോൺസ്റ്റൻ്റ്ലി അണ്ടർടേക്കൺ ആൻഡ് പീരിയോഡിക്കലി റിവ്യൂഡ് ബൈ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് നല്ല പണിയാണ് ABC മെത്തേഡാണെങ്കിൽ. കാരണം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, പീരിയോഡിക്കലി റിവ്യൂ ചെയ്യണം. അതുപോലെ ABCൻ്റെ ട്രീറ്റ്മെൻറ്റ് കോൺസ്റ്റൻ്റ്ലി അണ്ടർടേക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഇൻവെൻറ്ററി കൺട്രോൾ പോസിബിൾ ആവുള്ളൂ. മൂന്നാമത്തെ ലിമിറ്റേഷൻ ജനറലി ഹൺഡ്രഡ്സ് ഓഫ് ഐറ്റംസ് fall in category C. As a result, a lot of time is spent on managing inventory. C കാറ്റഗറിയിൽ ഒരുപാട് സാധനങ്ങൾ വരും. ആ ഒരു കാറ്റഗറിനെ മാനേജ് ചെയ്യാൻ വേണ്ടി തന്നെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പം ഇതാണ് ABC മെത്തേഡിൻ്റെ 3 ലിമിറ്റേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ഇൻവെൻറ്ററി കൺട്രോൾ മെത്തേഡ് നോക്കാം. ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം. ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ ടൂൾ ഓഫ് മാനേജ്മെൻറ്റ് യൂസ്ഡ് ടു പ്ലാൻ, carry out and control the operation of business. It establishes predetermined objectives and provides the basis for measuring performance against these objectives.
Under this system, the number of units of material to produce a finished product and the level of inventory to be maintained and the quantities to be purchased during the period are predetermined. ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ ഇപ്രാവശ്യം എത്ര സെയിൽസ് വേണമെന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കും. അതിനനുസരിച്ച് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. നമ്മൾ ഇൻവെൻട്രി പർച്ചേസും അതുപോലെ ബിസിനസ്സിലെ പ്രൊഡക്ഷനൊക്കെ ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക, സെയിൽ നടത്തുക. ഇതിനെയാണ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. When these plans are projected in advance, they are called budgets. നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണല്ലോ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. Control over inventories is exercised on the basis of budgeted figures. Successful inventory budgeting depends upon the sales forecast. The budget on control system has the advantage of the coordination of the inventory consumption level and the expected consumption. നമ്മൾ സെയിൽസ് മുൻകൂട്ടി തീരുമാനിക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുന്നതും പ്രൊഡക്ഷൻ നടത്തുന്നതും ഒക്കെ. അപ്പോൾ ബഡ്ജറ്റഡ് ഫിഗേഴ്സിലേക്ക് എത്താനുള്ള രീതിയിലാണ് നമ്മൾ ഓർഗനൈസേഷനിലെ ഓവറോൾ ഫങ്ഷൻസിനെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. This system integrates and ties together all activities of the enterprise right from the planning to controlling. പ്ലാനിങ് തൊട്ട് കൺട്രോളിങ് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന മെത്തേഡാണ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം. Control helps to eliminate or reduce unproductive activities and minimize wastage. It is an effective method of controlling activities of the business unit since it provides standard against which actual performance is measured. അപ്പം നമ്മൾ കൺട്രോൾ ചെയ്ത് പ്രവർത്തിക്കാൻ, അതുകൊണ്ട് തന്നെ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിനെ എലിമിനേറ്റ് ചെയ്യാനും നമ്മൾ ഓർഗനൈസേഷൻ എഫക്റ്റീവായിട്ട് റൺ ചെയ്യാനും ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം സാധിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് മിനിമം മാക്സിമം സിസ്റ്റം. This is one of the oldest method used in most of the business for controlling inventories. It is essential that proper control should be exercised on the level of inventory to be maintained. Efficient management of inventory demands that both over and under investment in stock be avoided. മിനിമം മാക്സിമം സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും പഴയ മെത്തേഡാണ് മിനിമം മാക്സിമം സിസ്റ്റം. എന്നാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാൽ അണ്ടർ സ്റ്റോക്കും പാടില്ല, ഓവർ സ്റ്റോക്കും പാടില്ല. അണ്ടർ സ്റ്റോക്ക് വന്നാൽ നമുക്ക് പ്രൊഡക്ഷനെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ റൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓവർ സ്റ്റോക്ക് വന്നാലോ ഫണ്ട് ബ്ലോക്കായി കിടക്കും. അപ്പോൾ ഇത് രണ്ടും പാടില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളൊരു ക്വാണ്ടിറ്റി ആയിരിക്കണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓവറും അല്ല അണ്ടറും അല്ല, ആ ഒരു ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റമാണ് മിനിമം മാക്സിമം സിസ്റ്റം. If higher level of inventory are maintained, stock level will be influenced by obsolescence, change in fashion, and improvement in technologies. Too much capital tied up in inventories result in the lower rate of return and the possibility of substantial loss from decline in market value. അപ്പം ഓവർ സ്റ്റോക്ക് കീപ്പ് ചെയ്താൽ വേറെയും കുറേ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഫണ്ട് ബ്ലോക്കായി കിടക്കുന്നത് മാത്രമല്ല, വേറെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത്? ഇൻവെൻട്രീൻ്റെ ഒബ്സോളിസൻസ്, അതായത് ഡേറ്റ് കഴിഞ്ഞു പോവുക, ടെക്നോളജി മാറുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട്. അതുപോലെ തന്നെ ഫണ്ട് ബ്ലോക്കായി കിടക്കുക. ഈ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടിൻ്റെ മേലെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടൂല. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ടിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനിമം മാക്സിമം സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. ടു സ്മോൾ എ ക്വാണ്ടിറ്റി ഈസ് ലൈക്ലി ടു റെഡ്യൂസ് ദ വാല്യൂ ഓഫ് ബിസിനസ് ആൻഡ് പ്രോപ്പർ സർവീസിംഗ് ഓഫ് ദ കസ്റ്റമേഴ്സ്. According to this, a maximum level of inventory based upon the demand and the minimum level to prevent out of stock condition for each item of stock are established. An order is placed when the minimum level is reached, which will bring the quantity to the maximum level. അപ്പം ഓവർ സ്റ്റോക്ക് മാത്രമല്ല അണ്ടർ സ്റ്റോക്കും പ്രശ്നമാണ്. അണ്ടർ സ്റ്റോക്ക് വന്നാൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളുടെ റെപ്യൂട്ടേഷനെയും ഓർഗനൈസേഷൻ്റെ ഓവറോൾ കണ്ടീഷനെയും ബാധിക്കും. അപ്പം നമുക്ക് ഓവർ സ്റ്റോക്കും പാടില്ല, അണ്ടർ സ്റ്റോക്കും പാടില്ല. മിനിമം മാക്സിമം സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം ലെവലെത്തുന്ന സമയത്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുക, ഒപ്റ്റിമം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യും, എന്നിട്ട് മാക്സിമം ലെവൽ വരെ എത്തിക്കും. എന്നിട്ട് വീണ്ടും എപ്പോഴാണോ മിനിമം ലെവലെത്തുന്നത് അപ്പോഴാണ് അടുത്ത പ്രാവശ്യം വീണ്ടും നമ്മൾ പർച്ചേസ് നടത്തുക. ഇനി അടുത്ത മെത്തേഡാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി.
The economic order quantity EOQ refers to the optimal order size that will result in the lowest total order and carrying cost for the item of inventory given its expected usage. Carrying cost and ordinary cost. By calculating an economic order quantity, the first attempts to determine the order size that will minimize the total inventory cost. അപ്പം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റിയാണ്. ഈ ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമം ആയിരിക്കും. അപ്പം ടോട്ടൽ കോസ്റ്റ് ഏത് ക്വാണ്ടിറ്റിയിലാണോ മിനിമം ആവുന്നത് ആ ക്വാണ്ടിറ്റിയാണ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഒപ്റ്റിമം ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് പർച്ചേസ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില അസംഷൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട 6 അസംഷൻസ് ആണുള്ളത്. ഒന്നാമത്തത് കോൺസ്റ്റൻറ്റ് ഓർ യൂണിഫോം ഡിമാൻഡ്, രണ്ടാമത്തത് ഇൻഡിപെൻഡൻറ്റ് ഓർഡേഴ്സ്, മൂന്നാമത്തത് ഇൻസ്റ്റേനിയസ് ഡെലിവറി, നാലാമത്തത് കോൺസ്റ്റൻറ്റ് ഓർഡറിങ് കോസ്റ്റ്, അഞ്ചാമത്തത് കോൺസ്റ്റൻറ്റ് ക്യാരിയിങ് കോസ്റ്റ്, ആറാമത്തത് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് പ്രൈസ്. അപ്പം എന്താ, നമ്മളെ ഡിമാൻഡും ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും യൂണിറ്റ് പ്രൈസും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, മാറ്റം വരുന്നില്ല. അത് ഒരേ ലെവലിൽ തന്നെയാണ് പോകുന്നത്. അതുപോലെ ഓർഡറുകൾ ഇൻഡിപെൻഡൻ്റ് ആണ്, മാർക്കറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നില്ല നമ്മളെ ഡിമാൻഡിന്. ഓർഡർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓർഡറാണ്. അതുപോലെ ഡെലിവറി എന്ന് പറയുന്നത് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇത്രയും അസംഷൻസ് ആണ് EOQനുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് EOQ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. The EOQ model assumes that the finished goods are sold at a constant rate over time. The important decision in inventory management is to balance the cost of holding inventories with the cost of placing inventory replenishment orders. When the holding cost and the ordering cost are balanced, the inventory costs are minimized and result in order quantity is called economic order quantity. അപ്പം ഏതൊരു ക്വാണ്ടിറ്റിയിലാണോ കോസ്റ്റ് മിനിമം ആവുന്നത്, ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമം ആവുന്നത്, ആ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ് ഇസ് ഇക്വൽ ടു ഓർഡറിങ് കോസ്റ്റ് പ്ലസ് ക്യാരിയിങ് കോസ്റ്റ്. ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ഓർഡേഴ്സിൻ്റെ കോസ്റ്റ് പെർ ഓർഡർ ചെയ്താൽ മതി. അപ്പം ഏതൊരു ക്വാണ്ടിറ്റിയിലാണോ നമ്മുടെ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമം ആവുന്നത് ആ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ EOQ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മളെ ഇൻവെൻറ്ററി കൺട്രോൾ മെത്തേഡുകളെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇൻവെൻറ്ററി കൺട്രോൾ എന്താണ്, ഇൻവെൻറ്ററി കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇൻവെൻറ്ററി കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പോർഷനിൽ നോക്കിയിട്ടുള്ളത്.